തട്ടി 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 എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊണ്ടായി ലിഫ് ഹെറിറ്റേജ് റിസോർട്ടിലേക്കാണ്. അങ്ങനെ നമുക്ക് പോകാനുള്ള സ്പീഡ് ബോട്ട് ഇതാ വരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നമ്മൾ ഇവരുടെ തന്നെ സ്പീഡ് ബോട്ടിലാണ് ഉള്ളിൽ പോവുക. അങ്ങനെ വന്നത് ആ റിസപ്ഷനെത്തി. അപ്പോൾ നമ്മൾ വന്ന് കയറി റിസപ്ഷനിൽ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ റിസപ്ഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് ഒരാളുടെ കൂടെ നമ്മുടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ പോണ സമയത്തൊക്കെ അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് അവരുടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ച്വലി ഇവർക്ക് നമുക്ക് പെഡലിങ് ബോട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് കയാക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട് അവിടെ. പിന്നെ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും തന്നെ കുറേ പാലങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമായിട്ട്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്ക് അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ നമുക്ക് വഞ്ചിയും തുഴഞ്ഞ് പോവാം. നല്ല രസമായിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാം. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ നമ്മുടെ റൂമിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ സൂപ്പർ ഡിലക്സ് റൂം, ബാൽക്കണിക്കുള്ള റൂമാണ്. നമ്മളതിൻ്റെ ഇടയിൽ ഫുഡും ഓർഡർ ചെയ്തു കേട്ടോ നമ്മുടെ റിസപ്ഷനിൽ വെച്ച് തന്നെ. ഫുഡിൽ അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളായിട്ടുള്ള ചെമ്മീൻ പൊതിയും അതുപോലെ മീൻ കറിയൊക്കെ വാങ്ങി നമ്മൾ നോക്കിയപ്പോൾ നല്ല ആംബിയൻസിൽ ഇരുന്ന് കഴിക്കണം തോന്നി. ഇങ്ങനത്തെ ഫുഡല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നേരെ ബാൽക്കണിക്ക് വിട്ടു. ബാൽക്കണിയിൽ ഇരുന്നപ്പോൾ എന്താ രസം, എന്ത് രസമായിട്ട് നമ്മൾ പിന്നെ നേരത്തെ ബാൽക്കണിയിൽ അവിടുത്തെ വൈബൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്ത് രസം, അവിടുത്തെ ഒരു ആംബിയൻസും വ്യൂവും ഒരു രക്ഷയില്ല കേട്ടോ, നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ. പിന്നെ നമുക്കൊരു ബോട്ടിങ്ങിനുള്ള സമയമായപ്പോഴേക്കും അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാ ഗസ്റ്റും ഉണ്ടാവും നമ്മളിവിടെ ബോട്ടിങ്ങിന്. അപ്പോൾ നമ്മൾ ബോട്ട് വന്നു. അപ്പോൾ അത് പ്രോപ്പർട്ടിയുടെ ഉള്ളിലല്ല, പുറത്താണ്. അപ്പോൾ ആ ബോട്ടിങ്ങിൽ പോകുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് ഇങ്ങനെ മറ്റേ നമ്മുടെ ബോട്ട് ഇങ്ങനെ വരുന്തോറും ഓരോ വലകളൊക്കെ ഇങ്ങനെ പൊങ്ങണ കാണാം. ഭയങ്കര രസമാണ് കേട്ടോ, കാണാത്ത കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമാണ്, ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ ചുറ്റും വീടുകളിൽ ചില സ്ഥലങ്ങളിൽ വഞ്ചിയൊക്കെ ഉണ്ടാക്കണ കാണാം. അങ്ങനെ ഒരു കറക്കം. പിന്നെ ആ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോഴേക്കും പിന്നെ പെഡലിങ് ബോട്ടിനുള്ള സമയമായി. പെഡലിങ്ങിൽ കയറി. അത് കഴിഞ്ഞപ്പോൾ നേരെ പോയി വഞ്ചിയിൽ കയറി. വഞ്ചി എടുത്ത് പിന്നെ വെണ്ണില ചന്ദനം പാട്ടൊക്കെ പാടി പതുക്കെ വഞ്ചിയൊക്കെ തുഴഞ്ഞ് അങ്ങനെ അവിടെ കറങ്ങാൻ നടന്നു. അപ്പോൾ ഈ കാണുന്ന വെള്ളത്തിന് ആ കൂടി 3 feet ഹൈറ്റ് ഉള്ളൂ കേട്ടോ പ്രോപ്പർട്ടിയുടെ. അവർ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള, അതുകൊണ്ട് തന്നെ ആർക്കും പേടിക്കാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ 2 ദിവസം പോയതറിഞ്ഞില്ല, നമുക്ക് പോകാനുള്ള ബോട്ട് വന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ ഫോളോ ചെയ്യുക, കൂടെ കൂടുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.